നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവകാരുണ്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനകൾക്കുള്ള കലാ സംസ്കൃതി പുരസ്കാരം സൂര്യഭാരതി ഗ്രൂപ്പ് ഫൗണ്ടേഷൻ ചെയർമാൻ കെ.പി. മനോജ് കുമാറിന്. ആയിരങ്ങളെ സാക്ഷിയാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പുരസ്കാരം സമർപ്പിച്ചു. തൃശൂരിൽ നടന്ന ഡോളർ പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ട പാലക്കാട് വിളയൂർ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് റാഫിക്കെതിരെ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പണിക്കൂലിയിൽ നിന്ന് കമ്മീഷൻ എടുക്കുന്നത് ചോദ്യം ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റതായി പരാതി. പാലക്കാട് പട്ടാമ്പി ബസ് സ്റ്റാൻഡിലാണ് സംഭവം. തൃശൂർ കുമരനെല്ലൂരിൽ കുമ്പാര ഉന്നതിയിലെ തകർന്ന റോഡ് നവീകരിക്കാത്തതിൽ വേറിട്ട പ്രതിഷേധം. റോഡിൽ മൺചട്ടി എറിഞ്ഞു പൊട്ടിച്ച് പ്രദേശവാസികൾ. മണ്ഡലം പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. തൃശൂർ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. ജീവകാരുണ്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനകൾക്ക് സൂര്യഭാരതി ഗ്രൂപ്പ് ഫൗണ്ടേഷൻ ചെയർമാൻ കെ.പി. മനോജ് കുമാറിന് കലാസംസ്കൃതി പുരസ്കാരം സമ്മാനിച്ചു. മികവിന്റെയും അംഗീകാരത്തിന്റെയും ആഘോഷമായി മാറിയ അഭിനന്ദനീയം 2026 പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആണ് പുരസ്കാരം സമർപ്പിച്ചത്. Mr. K.P. Manoj Kumar, a multi-sector entrepreneur, Surya Bharati's K.P. Manoj Kumar uses welfare, financial insights and people-centered system to stabilize growth in a volatile system of Kerala's economy. Congrats, sir. Please give him a big round of applause, please. ജീവകാരുണ്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനകൾക്ക് സൂര്യഭാരതി ഗ്രൂപ്പ് ഫൗണ്ടേഷൻ ചെയർമാൻ കെ.പി. മനോജ് കുമാറിന് കലാസംസ്കൃതി പുരസ്കാരം സമ്മാനിച്ചു. ആയിരങ്ങൾ സാക്ഷിയായ കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ മികവിന്റെയും അംഗീകാരത്തിന്റെയും ആഘോഷമായി മാറിയ അഭിനന്ദനീയം 2026 പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആണ് പുരസ്കാരം സമർപ്പിച്ചത്. സെക്കുലർ ഫൗണ്ടേഷനും സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ ഡാലിയ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ഹംസയ്ക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരവും സമ്മാനിച്ചു. ദേശീയ സംസ്ഥാനതല മത്സരങ്ങളിൽ മികവ് തെളിയിച്ച നിരവധി പ്രതിഭകളെയും മന്ത്രി ആദരിച്ചു. നീന്തലിൽ 5 സ്വർണ്ണ മെഡലുകൾ നേടിയ ധനിഷ്ഠ ജിംജി, ഭിന്നശേഷി വിഭാഗത്തിൽ ഓട്ടമത്സര ജേതാവായ അമേയ, മിഴിവഴക പുരസ്കാര ജേതാവ് സദ്യ ടീച്ചർ, BA ഇക്കണോമിക്സിൽ റാങ്ക് നേടിയ അഞ്ജലി ഷമീർ എന്നിവരും ആദരവേറ്റുവാങ്ങി. സ്മാർട്ട് കയ്പമംഗലം ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. മികവിനെയും സമൂഹ സേവനത്തെയും ഒരുപോലെ ആദരിച്ച ചടങ്ങായി അഭിനന്ദനീയം 2026 ശ്രദ്ധേയമായി. എവിടെ ചെന്നാലും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും നന്നായി ആ മത്സരത്തിൽ പങ്കെടുത്ത് കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള വിജയം ഉണ്ടാവുക. ഡോളർ പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ട ജനപ്രതിനിധിക്കെതിരെ പ്രതിഷേധം ശക്തം. വിളയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കോൺഗ്രസ് നേതാവ് TP മുഹമ്മദ് റാഫി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡോളർ പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ട ജനപ്രതിനിധിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ കോൺഗ്രസ് നേതാവ് TP മുഹമ്മദ് റാഫി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട DYFIയുടെ പ്രതിഷേധം. വിളയൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് തൃശൂർ അന്തിക്കാട് വെച്ച് സംഭവമുണ്ടായത്. വിളയൂർ സ്വദേശി മുഹമ്മദ് റാഫി, മുഹമ്മദ് അസ്ലം, അജിത്, പെരുമ്പിലാവിൽ നിന്നും കയറിയ മജീദ് എന്നിവരുടെ സംഘമാണ് 16 ലക്ഷത്തിലധികം രൂപയുമായി ഡോളർ കച്ചവടത്തിന് പോയത്. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച പണം രഞ്ജിത്ത് എന്നയാൾക്ക് നൽകുകയും എന്നാൽ ഡോളർ നൽകാതെ രഞ്ജിത്തും സംഘവും പെപ്പർ സ്പ്രേയും ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ച് കടന്നുകളഞ്ഞു എന്നാണ് വിവരങ്ങൾ. സംഭവത്തിൽ കേസന്വേഷണത്തിനായി ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും റൂറൽ SP രൂപീകരിച്ചിട്ടുണ്ട്. കുഴൽ പണക്കടത്തിന് സമാനമായ സാമ്പത്തിക ഇടപാടാണ് ഡോളർ പൊട്ടിക്കൽ. അനുവദിക്കുന്ന CPM എന്താ കാണിച്ചു തരാം. ഞങ്ങൾ ഈ പോലീസിനെ ഇല്ലാതെ തന്നെ നാട്ടുകാർ വളഞ്ഞു പിടിച്ച് ഞങ്ങൾ മാഫിയകളെ പിടിച്ചു നിർത്തിയ പാർട്ടിയാണ് പാർട്ടി. മണൽ മാഫിയ പോയി
ഈ രാജ്യത്തിന് സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക തമ്മാടിത്തം നടത്തുന്നത് അത് സമഗ്രമായി അന്വേഷിക്കണം. അത് അന്വേഷിക്കും മാത്രമല്ല ഇതേ രാജിവെക്കും വേണം. പണിക്കൂലിയിൽ നിന്നും കമ്മീഷൻ എടുക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മർദ്ദനമേറ്റതായി പരാതി. ആന്ധ്രാപ്രദേശ് ജിത്തൂർ സ്വദേശി 30-കാരൻ അസ്ലമിന് മർദ്ദനമേറ്റതായി ചൂണ്ടിക്കാട്ടി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒന്നാകെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകി. ഞങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങൾ വയറു നിറയ്ക്കേണ്ടെന്ന കോൺട്രാക്ടറോട് അതിഥി തൊഴിലാളികൾ. പണിക്കൂലിയിൽ നിന്നും കമ്മീഷൻ എടുക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മർദ്ദനമേറ്റതായി പരാതി. ആന്ധ്രാപ്രദേശ് ചിത്തൂർ സ്വദേശി 30-കാരൻ അസ്ലമിന് മർദ്ദനമേറ്റതായി ചൂണ്ടിക്കാട്ടി തമിഴ്നാട്, ആന്ധ്ര തുടങ്ങി വിവിധ സംസ്ഥാനക്കാരായ വനിതകളും പുരുഷന്മാരും ഉൾപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒന്നാകെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായെത്തി. 100 കണക്കിന് അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ ജോലി തേടിയെത്തുന്ന പാലക്കാട് പട്ടാമ്പി ബസ് സ്റ്റാൻഡിലാണ് സംഭവമുണ്ടായത്. കമ്മീഷൻ എടുത്തോട്ടെ, പക്ഷേ അതിനൊരു അളവ് വേണ്ടേ എന്ന് തൊഴിലാളികൾ ചോദിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് തൊഴിലാളി ക്ഷാമം നേരിട്ടപ്പോൾ 100, 200 എന്നിങ്ങനെ കൂലി വർധനയുണ്ടായി. എന്നാൽ തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വീണ്ടും കൂലി കുറയ്ക്കുന്ന സ്ഥിതിയുമുണ്ടായി. ഇത് ചോദ്യം ചെയ്തതാണ് തങ്ങൾക്ക് നേരെ മർദ്ദനം ഉൾപ്പെടെയുള്ള ആക്രമണത്തിന് വഴിവെച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. പുരുഷന്മാർക്ക് 1000 രൂപ, വനിതകൾക്ക് 900 രൂപ എന്ന രീതിയെങ്കിലും നടപ്പാക്കണമെന്നും തങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെയും ആക്രമിക്കുന്നവർക്കെതിരെയും മാതൃകാപരമായി നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കേരളത്തിൽ വിവിധ നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്ന മലയാളി തൊഴിലാളികൾക്ക് 1000-ലധികം രൂപ ദിവസവേതനമായി ലഭിക്കുമ്പോഴാണ് തങ്ങളോട് ഈ ഇരട്ട നീതിയെന്നും ഇവർ ആരോപിക്കുന്നു. 100 അടവക്കാരന് 1300 രൂപ, അതിൻ്റെ അകത്ത് കുറക്കണ പറഞ്ഞ 900 രൂപ 800 രൂപ കൊടുക്കണം சொல்றாங்க. വിലവാസി റൂം വാടക 3000, അഡ്വാൻസ് 3000 കേൾക്കുறாங்க. 1600 ரூபா கூலி வாங்குறாங்க. 1600 ரூபா வாங்குறாங்க. எங்களுக்கு கொடுக்கறது வந்து 900 ரூபா கொடுக்கணுன்றாங்க அவங்க. அப்புறம் அவங்க மீதெல்லாம் அவங்க எடுத்துக்கிறாங்க. நாங்கள் ஒரு 100 ரூபா சேர்த்து கேட்டால் நீங்கள் எதுக்கு 100 ரூபா சேர்த்து கேட்குறாங்க எங்களுக்கு. அதே பிரச்சனை. நாங்கள் என்ன பண்ணோம், அதிகம் எங்களுக்கு சம்பளம் வேண்டாம். ஆம்பளைக்கு 1000 ரூபா, லேடிஸுக்கு 900 ரூபா. அதே மாதிரி நீங்கள் சம்பளம் நார்மலாக குறைச்சிங்க. நீங்கள் 3000 ரூபா ரூம் மாடலில் வாங்குறீங்களா? इधर है क्योंकि हम लोग गाँव में चला नहीं, हम लोग इधर आया आपके पास क्या कि आपका केरला आदमी अच्छा है बोल के हम लोग केरला में कमा रहे, सुख शांति से खा रहे. लेकिन हम लोग नहीं बोला ना. लेकिन आप लोग ऐसा करोगे तो फिर क्या होगा, बाकी देश में क्या बचा हुआ? केरला इतना अच्छा आदमी, हम लोग बोला नहीं खराब आदमी. अभी आप लोग ऐसा क्यों करो? एक तो समाधान गरीब लोगों को एक समाधान करना चाहिए. തകർന്ന റോഡിൽ മൺചട്ടി എറിഞ്ഞ് പൊട്ടിച്ച് പ്രതിഷേധം. തൃശൂർ വടക്കാഞ്ചേരി കുമരനെല്ലൂർ കുമ്പാര ഉന്നതി നിവാസികളാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മൺചട്ടി എറിഞ്ഞ് പ്രതിഷേധിച്ചത്. തകർന്ന റോഡിൽ മൺചട്ടി എറിഞ്ഞ് പൊട്ടിച്ച് പ്രതിഷേധം. തൃശൂർ വടക്കാഞ്ചേരി കുമരനെല്ലൂർ കുമ്പാര ഉന്നതി നിവാസികളാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മൺചട്ടി എറിഞ്ഞ് പ്രതിഷേധിച്ചത്. കുമ്പാര ഉന്നതിയിലെ തകർന്ന റോഡ് പുനർനിർമ്മാണം വൈകുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 1 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ ദുരിതയാത്ര തുടരുകയാണ് നാട്ടുകാർ. മഴ പെയ്തതോടെ റോഡിലെ മണ്ണും കല്ലും കുത്തിയൊലിച്ച് ചെളിക്കുളമായി മാറുന്നതും അപകട സാധ്യത വർദ്ധിക്കുന്നതും പ്രദേശവാസികളുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. മൺപാത്ര നിർമ്മാണം ഉപജീവനമാക്കിയ കുമ്പാര സമൂഹത്തിലെ തൊഴിലാളികളായ പ്രദേശവാസികളാണ് തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മൺചട്ടികൾ എറിഞ്ഞ് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ചത്. റോഡ് പുനർനിർമ്മാണത്തിന് അടിയന്തരമായി ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി ആരംഭിക്കണമെന്നും ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. റോഡിൽ വാഴനട്ടും ചട്ടിയെറിഞ്ഞും പ്രതിഷേധിച്ചതിനു പുറകെ BJP പ്രവർത്തകനായ ഉണ്ണികൃഷ്ണൻ റോഡിൽ ശയനപ്രദക്ഷിണം നടത്തിയും പ്രതിഷേധിച്ചു. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റിന്റെ കോലവുമായി ഓഫീസിനുള്ളിലേക്ക് കടന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. 20 വർഷമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലാത്തയാളെ മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. തുടർന്ന് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. കോലം കത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി കോലം പിടിച്ചുവാങ്ങുകയും സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നൈജോ വാസുപുരത്തുകാരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മോളി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാർട്ടി നേരത്തെ നടപടിയെടുത്ത വ്യക്തിയെ ഏകപക്ഷീയമായി മണ്ഡലം പ്രസിഡന്റായി പ്രഖ്യാപിച്ചെന്നാണ് പ്രവർത്തകരുടെ ആരോപണം. ഒരു ജനതയുടെ നെഞ്ചിലെ കനലായ ലോകത്തെ രണ്ടാക്കി വിഭജിക്കുന്ന 2 ഗോളുകൾ. ജൂൺ 22 ഫുട്ബോൾ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ട ആ സുദിനം. വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. ഫുട്ബോൾ ചരിത്രത്തിൽ എത്രയോ ഗോളുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. എന്നാൽ 4 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഒരു ജനതയുടെ നെഞ്ചിലെ കനലായ ലോകത്തെ രണ്ടാക്കി വിഭജിക്കുന്ന 2 ഗോളുകൾ വേറെയുണ്ടോ? ഇന്ന് ജൂൺ 22.
ഫുട്ബോൾ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ട ആ സുദിനം. വർഷം 1986. മെക്സിക്കോയിലെ അസ്റ്റെക്ക സ്റ്റേഡിയം. അന്ന് കളം നിറഞ്ഞത് ഇംഗ്ലണ്ടും അർജന്റീനയും മാത്രമായിരുന്നില്ല. ഫാക്ലാൻഡ് യുദ്ധത്തിൽ ബ്രിട്ടനോട് തോറ്റ അർജന്റീനയുടെ മുറിവേറ്റ ദേശീയബോധം കൂടിയായിരുന്നു. ഒരു ഫുട്ബോൾ മത്സരത്തിനപ്പുറം അതൊരു പ്രതികാരമായിരുന്നു. മത്സരത്തിന്റെ 51-ാം മിനിറ്റ്. ഉയർന്നു വന്ന പന്തിലേക്ക് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനേക്കാൾ മുൻപ് മറഡോണ ഉയർന്നു ചാടുന്നു. റഫറിയുടെ കണ്ണ് വെട്ടിച്ച തന്റെ ഇടതു കൈകൊണ്ട് മറഡോണ ആ പന്ത് വലയിലെത്തിച്ചു. ഇംഗ്ലണ്ട് കളിക്കാർ വാദിച്ചെങ്കിലും റഫറി ഗോൾ അനുവദിച്ചു. മത്സരശേഷം വിവാദങ്ങളോട് മറഡോണ പ്രതികരിച്ചത് എങ്ങനെയാണെന്നോ? അതല്പം മറഡോണയുടെ തലയും അല്പം ദൈവത്തിന്റെ കൈയുമായിരുന്നു. അങ്ങനെ അത് ചരിത്രത്തിലെ ഹാൻഡ് ഓഫ് ഗോഡായി മാറി. എന്നാൽ ചതിയുടെ കറപുരണ്ട ആ ഗോളിന് വെറും 4 മിനിറ്റുകൾക്കപ്പുറം ഫുട്ബോൾ ദൈവത്തിന്റെ മറുപടിയെത്തി. സ്വന്തം പകുതിയിൽ നിന്ന് പന്തുമായി കുതിച്ച ആ ഇടങ്കാലുകാരൻ 5 ഇംഗ്ലണ്ട് ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും നൃത്തം ചെയ്യിപ്പിക്കും പോലെ വെട്ടിയൊഴിഞ്ഞ പന്ത് വലയിലാക്കി. 60 യാർഡ് ദൂരം ഓടിക്കയറി നേടിയ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ കാവ്യനീതി, ഗോൾ ഓഫ് ദി സെഞ്ചുറി. 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ലോകം ചോദിക്കുന്നു, കൈകൊണ്ട് നേടിയ ആ ഗോൾ ആഘോഷിക്കപ്പെടേണ്ടതാണോ? കായിക ലോകത്തിന് അതൊരു ചതിയായിരിക്കാം. എന്നാൽ ഫാക്ലാൻഡ് യുദ്ധത്തിൽ മരിച്ച സ്വന്തം സൈനികർക്ക് മറഡോണ നൽകിയ തകർപ്പൻ മറുപടിയായിരുന്നു അത്. ഒരേ മത്സരത്തിൽ ചതിയനായും ദൈവമായും മാറിയ ഒരേയൊരു വിസ്മയം, അത് ഡീഗോ അർമാൻഡോ മറഡോണ മാത്രമാണ്. ഹാൻഡ് ഓഫ് ഗോഡ് ആണോ ഗോൾ ഓഫ് ദ സെഞ്ചുറി ആണോ നിങ്ങളെ കൂടുതൽ ആവേശം കൊള്ളിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ കായിക വാർത്തകൾക്കായി തനിനിറം സ്പോർട്സ് ഡെസ്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.